ഹലോ, എവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള 12ാമത്തെ ക്ലാസ്സാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഇന്ത്യൻ ജോഗ്രഫിയിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ഈ സിയാച്ചിൻ, ലഡാക്ക്, സുഖവാസ കേന്ദ്രങ്ങൾ, താഴ്വരകൾ, മഴ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കേട്ടോ, ആ കാര്യങ്ങളെല്ലാം ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുള്ള് പഠിച്ചിരിക്കും. നല്ലപോലെ എല്ലാവരും കണ്ട് എഴുതി പഠിക്കുക. പിന്നെ നമുക്ക് LGS മെയിൻസ് ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ലൈവ് ബാച്ചാണ്, അതായത് ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവത്തില്ല. ഓക്കെ, ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സാണ്. ക്ലാസ് ടൈം വരുന്നത് വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ്. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ രമി സാർ, ഓക്കെ റെഡി. നമ്മൾ ഈ മൗണ്ട് കേറ്റുവിൻ്റെ ഒക്കെ പറഞ്ഞായിരുന്നല്ലേ, ഇപ്പോൾ ഡിസ്കസ് ചെയ്യില്ലായിരുന്ന കാരക്കോളത്തിലാണ് 8612 മീറ്റർ ഉയരമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ വീഡിയോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിള്ളേർ അതൊന്ന് ഓർത്തിട്ട് വേണം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ഗോഡ്വിൻ ഓസ്റ്റിൻ. 8612 മീറ്ററാണ് ഉയരം. കാഞ്ഞൊക്കെ പറഞ്ഞില്ല? ഓക്കെ. ശരി, അപ്പോൾ നമുക്ക് ബൈ ചെയ്ത് പറയാം. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ എവനാണ് പറഞ്ഞത്, പഠിപ്പിച്ചെന്ന് കേട്ടോ ജോയ്. ഓക്കെ, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാ? പാമീർ പീഠഭൂമി. ഏതാണ് പാമീർ പീഠഭൂമി? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാ? സിയാച്ചിനാണ്. ലോകത്ത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. ഈ സിയാച്ചിൻ യുദ്ധഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സേന നടത്തിയ ഒരു സൈനിക നടപടിയുണ്ട്. ഏതാണ്? ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് ഏത് വർഷമാണ്? 84. അടുത്ത 84 ഓപ്പറേഷൻ മേഘദൂത് എന്തിനു വേണ്ടിയിട്ടാണ്? സിയാച്ചിൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 1961 ഒരു ഓപ്പറേഷൻ വിജയ് ഉണ്ട്. ഗോവ വിമോചനം കേട്ടോ. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ നടപടിയാണ് ഏത്? ഓപ്പറേഷൻ വിജയ്. അപ്പോൾ 1961 ഓപ്പറേഷൻ വിജയ് വെച്ചാൽ ഏതാണ്? ഗോവ വിമോചനം. ഓക്കെ, ഇനി 1999 ഒരു ഓപ്പറേഷൻ വിജയ് ഉണ്ട്, കാർഗിൽ. ഓപ്പറേഷൻ വിജയ് ഏതാണ്? കാർഗിൽ. വിജയ് ഇഷ്ടമാണോ? ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. മറ്റേ പടം സൂപ്പറാണ് കേട്ടോ. നമ്മൾ അത് കണ്ട് ഫൈറ്റർ ഋതിക് റോഷൻ്റെ പറന്ന് കിടപ്പുണ്ട് ഋതിക് റോഷൻ. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട 3D പടമാണ്. ഒരു മിസൈൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ മാതൊക്കെ മാന്തി. ഓക്കെ, ശരി. കാരക്കോറം പർവ്വത നിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. അപ്പൊ സിയാച്ചിൻ എവിടെയാണ്? കാരക്കോറം പർവ്വതനിരയിലാണ്. കാരക്കോറം പർവ്വതനിരയിലാണ് ഇത് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി ഏതാണ്? സിയാച്ചിനാണ്. അതിനുള്ളത് സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധഭൂമി എന്നോ യുദ്ധക്കളമെന്നോ ചോദിച്ചാൽ ഏതാണ്? സിയാച്ചിനാണ്. ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത 2ാമത്തെ നീളമേറിയ ഹിമാനിയാണ് ഏത്? അത് ധ്രുവപ്രദേശങ്ങളിലല്ലാത്ത 2ാമത്തെ നീളമേറിയ ഹിമാനിയാണ് ഏത്? സിയാച്ചിൻ. മനസ്സിലായത്? ധ്രുവപ്രദേശങ്ങളാണ് സാധാരണ ഹിമാനി കാണപ്പെടുന്നത്, എന്നാൽ ഇതൊരു പർവ്വതത്തിന്റെ മണ്ടയിൽ കാണപ്പെടുന്നു. അത് ധ്രുവപ്രദേശങ്ങളല്ലാത്ത ഏറ്റവും നീളം കൂടിയ 2ാമത്തെ ഹിമാനിയാണ് ഏത്? സിയാച്ചിൻ. ഇതിന് എന്തെന്നറിയപ്പെടുന്നു? മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നു. അതിൽ തീരുമാനിച്ചു തന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി എന്നിട്ട് ഏതാണ്? സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി ഏതാണ്? സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം വരെ ഹെലിപാഡ് എവിടെയാണ്? സിയാച്ചിനിലാണ്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. ഇത് ഹെഡിങ് സിയാച്ചിൻ ആയതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയുന്നത്. ഓക്കെ, അടുത്ത സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്. ഏതാണ്? നുബ്ര. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഓപ്പറേഷൻ മേഘദൂത് ഏത് വർഷം? 1984. എന്തിനു വേണ്ടിയിട്ടാണ്? സിയാച്ചിൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഓപ്പറേഷൻ മേഘദൂത്. ഓക്കെ, എങ്കിൽ എന്താണ് ഓപ്പറേഷൻ വിജയ് 1961? ഗോവ പിടിച്ചെടുക്കാൻ. പോർച്ചുഗീസിൽ നിന്ന് പിടിച്ചെടുക്കാം. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാരും ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യന്മാരും ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ 1961 ഗോവയിൽ നിന്ന് പോകുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ നടപടി പറയുന്ന പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ്. ഗോവ വിമോചന ദിനം അറിയോ? ഡിസംബർ 19 ഗോവ വിമോചന ദിനം. ഡിസംബർ 19. മോനെ, ഡിസംബർ 1 എന്താ? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് മുടക്കാൻ. ഡിസംബർ 25 എന്താ?
സത്ഭരണ ദിനം. സത്ഭരണ ദിനം ഇങ്ങോട്ട് സത്ഭരണ ദിനം. ആരുടെ ജന്മദിനം? എ ബി വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ഏത്? ഏതാ? സത്ഭരണ ദിനം. ഏതാണ്? സത്ഭരണ ദിനം. സത്ഭരണ ദിനം. ക്ലിയർ ആണല്ലോ. അത് December 25. ഇത് ചോദിച്ചാൽ നീ ഒരു PSC ഉദ്യോഗാർത്ഥി, നീ ഒരു PSC അധ്യാപകനൊക്കെയാണ് കേട്ടാ. ഇത് ഓർത്ത് വെച്ച് വേണം. ക്ലിയർ ആണ്. ഇനി അടുത്ത് ഇനി അത് October 2 നീ എന്ന് പറഞ്ഞാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം. കൊച്ചു പിള്ളേരെ പോലെ ക്രിസ്മസ്, ഗാന്ധി ജയന്തി. പിള്ളേർ നിങ്ങളും പറയരുത്. October 2 ഗാന്ധി ജയന്തി ആണെങ്കിലും അതിന് പ്രാധാന്യം PSCക്ക് വരുമ്പോൾ അന്താരാഷ്ട്ര അഹിംസാ ദിനത്തിനാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനം ഏതായിരിക്കും ചോദിക്കുന്നത്. മനസ്സിലായ? അതുപോലെ ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ചോദിച്ചായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ചെയ്യാനുണ്ട്. സദ്ഭരണ ദിനം. ക്രിസ്മസ് ഒക്കെ ആക്കറിഞ്ഞു അല്ലേടാ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ കേട്ടോ. ശരി, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓപ്പറേഷൻ വിജയ് 1961 ഏതാണ്? ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 1999 കാർഗിൽ യുദ്ധം ഓപ്പറേഷൻ വിജയ് ആണ്. 1999 കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആരാ പ്രധാനമന്ത്രി? AB വാജ്പേയി ആണ്. AB വാജ്പേയി. കുരുക്ഷേത്ര സിനിമ ലാസ്റ്റ് ഇങ്ങനെ കോൾ വരുന്നവരെ കാണിക്കും. മനസ്സിലായില്ലേ? എനിക്ക് ആ സീന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അനൗൺസ്, അതായത് തിരിച്ചു വരാൻ പറയും. പൊട്ടനാക്കൾ തിരിച്ചു വരാൻ പറയും. പറയും വരത്തില്ല, ഞങ്ങൾ ഇനി എന്തായാലും ഇത് പിടിച്ച് തിരിച്ചു വരത്തുള്ളൂ എന്ന് പറയും. എന്നിട്ട് അവസാനം പറയും നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ ഒരു ഇന്ത്യയുടെ കൊടി കുത്തി തിരിച്ചു വരാൻ പറയും. അത്രയും ഭാഗം ഇന്ത്യയുടെ ആണെന്ന് പറയും. അത് AB വാജ്പേയി ആണ്. ആ സിനിമ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എന്നാൽ എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു കാര്യം. എവിടെ നിങ്ങൾ നിൽക്കുന്നോ അവിടെ ഒരു കൊടി കുത്തി തിരിച്ചു വരും. അത് ഓർത്താതെ. ഓക്കെ, ശരി. ഇതുപോലെ ഇതിലൊരു കിള്ളം സീനുണ്ട് കേട്ടോ ഫൈറ്റർ സിനിമയിൽ. POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. ഓക്കെ, നിങ്ങൾ ഒക്കുപ്പൈഡ് ആണ്, പക്ഷെ എൻ്റെ ഓണർ ഞങ്ങളാണെന്ന് പറഞ്ഞ ഡയലോഗുണ്ട്. മനസ്സിലായി? നിങ്ങൾ അതിക്രമിച്ച് കയറി വന്ന ആൾക്കാരാണ്, പക്ഷെ എൻ്റെ ഓണർ നമ്മളാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വേറെ ഡയലോഗ് ഉണ്ട്. എന്നിട്ട് IOP ആവുമെന്നല്ലേ? IOP, ഇന്ത്യൻ ഒക്കുപ്പൈഡ് പാകിസ്ഥാൻ ആവുമെന്ന്. സൂപ്പർ ഡയലോഗ് കണ്ടു കേട്ടോ. അതിൽ ഹിന്ദി ആരാന്നുള്ളത് ഞാൻ പിടിച്ചിരുന്നു. 3D ഇത് എവിടെയൊക്കെ നോക്കുക സബ്ജക്ട്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അതോർത്ത് അപ്പൊ കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ. ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളിലല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ഏതാണ്? സിയാച്ചിൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഏതാണ്? സിയാച്ചിൻ. ഓക്കെ, നമുക്ക് 2 ധ്രുവം അറിയാം. ഒന്ന് ദക്ഷിണ ധ്രുവം, ഒന്ന് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവം. ഇത് മൂന്നാം ധ്രുവം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമ പീഠഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് എവിടെയാണ്? സിയാച്ചിൻ ആണ്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് ഏത്? സിയാച്ചിൻ. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? നുബ്ര. ഓക്കെ, അടുത്ത് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാ? ഹിമ പീഠഭൂമി. ഈ ഫോണിൽ മിക്കടുത്ത് എറിയ എന്റെ പൈസ പോകും. ലഡാക്ക്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ലഡാക്ക്. ഏതാണ്? ലഡാക്കിന് ഇപ്പുറത്തെ ലെഫ്റ്റനന്റ് കൊണ്ടുവരാൻ മോനെ. മാത്തൂർ മാറി. ബീഡി. ലഡാക്ക് ബീഡി. കണക്ഷൻ ഓർമ്മയുണ്ട? ലഡാക്കിൽ തണുപ്പാണ്. തണുപ്പത്ത് നമ്മള് ബീഡി വലിക്കും. ഓക്കെ, തണുപ്പത്ത് ബീഡി വലിക്കും എന്ന് ഓർത്താതെ. അപ്പൊ ലഡാക്കിൽ പോയി ബീഡി വലിക്കുന്ന ഓർത്താ. BD മിശ്ര. ബീഡി മാത്രമല്ല, പേര് പഠിച്ചു വെച്ചോണം. BD മിശ്ര. ഓക്കെ, ജമ്മു കാശ്മീരിലാരാ? ജമ്മു കാശ്മീരിലെ ജാ എടുക്കുക. മനോജ് സിൻഹ. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി അല്ലെങ്കിൽ ശീത മരുഭൂമിയാണ് ഏത്? ലഡാക്ക്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി അല്ലെങ്കിൽ ശീത മരുഭൂമിയാണ് ഏത്? ലഡാക്ക്. ലിറ്റിൽ ടിബറ്റ് ലഡാക്കാണ്. നിശബ്ദ തീരം എന്നറിയപ്പെടുന്നത് ലഡാക്ക്. പറഞ്ഞോ, നിശബ്ദ തീരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലഡാക്കാണ്. ഇവിടെ വന്നിട്ട് പറ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക്. തണുത്ത മരുഭൂമി, ശീത മരുഭൂമി ലഡാക്ക്. ലിറ്റിൽ ടിബറ്റ് ലഡാക്ക്. നിശബ്ദ തീരം ലഡാക്ക്. ഓക്കെ, ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? ദ്രാസാണ്. ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഏത്? ദ്രാസ്. പറടാ. ദ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഏത്? ദ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലം ഏതാണ്? ദ്രാസ്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ പ്രദേശമാണ് ഏത്? ദ്രാസ്. ക്ലിയർ ആണല്ലോ. ശരി, അപ്പം ലഡാക്കിനെ കുറിച്ച് പറഞ്ഞേ. ലിറ്റിൽ ടിബറ്റ്, നിശബ്ദ തീരം,
ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി തണുത്ത മരുഭൂമി. ഇതെല്ലാം ഏതാണ്? ലഡാക്കാണ്. നോക്കി, ലഡാക്കിന്റെ കവാടം ദ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ദ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ പ്രദേശം ദ്രാസ്. സൂപ്പറാണല്ലോ ദ്രാസ് അല്ലേ? അവിടെ സൂപ്പർ ആയിരിക്കും മഴ തണുപ്പ് എപ്പോഴും. നമ്മൾ ഓളിന്റെ ട്രിപ്പ് വെച്ചാലോ? മനുഷ്യവശപ്പെടുത്ത ഓണമെന്നല്ല. അവന് ഇവിടെ തണുപ്പിൽ പോവാന്ന് പറഞ്ഞാണ് പോയത്. അവന്റെ ഇപ്പൊ ശമ്പളത്തിന്റെ പാതിക്ക് അവൻ ജാക്കറ്റാണ് 7 ജാക്കറ്റ് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി, ക്ലിയർ ആണ് പിള്ളേരെ. അപ്പോൾ അത് അത്രയും മനസ്സിലായല്ലോ. ലഡാക്കും സിയാച്ചിനും മനസ്സിലായല്ലോ. ഓക്കെ, ശരി. അടുത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാ? എവറസ്റ്റ്. പക്ഷെ പറയാൻ മതി കേട്ടോ. ഓക്കെ, ഈ എവറസ്റ്റിന്റെ പഴയ പേര് കേട്ടാ? പീക്ക് 15. അത് പല ആൾക്കാർക്ക് അറിയത്തില്ല. പീക്ക് 15 പീക്ക് 15. ഈ നമ്മളെ എവറസ്റ്റിന്റെ പഴയ പേരാണെന്ത്? പീക്ക് 15. ഓക്കെ, ഈ എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 88 48.86. 88 48.86. 88 48.86 കേട്ടോ. 88 48.86. ഓക്കെ, അത് 8848.86. ഓക്കെ, അടുത്ത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? എവറസ്റ്റ്. എവറസ്റ്റ് ഹിമാലയത്തിലാണെന്ന് എനിക്കറിയാം. ഹിമാലയത്തിൽ എവിടെയാണ്? ഹിമാലയത്തിൽ എവിടെയാണ്? ഹിമാദ്രിയിലാണ് കേട്ടോ. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. പക്ഷേ എവറസ്റ്റ് ഇന്ത്യയിലാണെന്ന് വിശ്വസിക്കുന്ന കുട്ടിക്കാരെ നമുക്കില്ലേ? ഉണ്ട്. നമ്മൾ ആദ്യം പണ്ടൊക്കെ വിചാരിച്ചത് എവറസ്റ്റ് എവിടെ നിന്നാണ്? ഇന്ത്യ. പക്ഷേ ഇന്ത്യയിലല്ല എവറസ്റ്റ്. എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ്. എവിടെയാണ്? നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേരെന്താ? സാഗർമാത എന്നറിയപ്പെടുന്നത്. എന്താണ്? സാഗർമാത കേട്ടോ. അപ്പം നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമാത. ഓക്കെ, എവറസ്റ്റ് എന്ന് നാമകരണം ചെയ്ത ബ്രിട്ടീഷ് സർവേയർ ആരെന്നറിയോ? ജോർജ് എവറസ്റ്റ് അല്ല. ജോർജ് എവറസ്റ്റ് ഇത് കണ്ടെത്തിയോണ്ടാണ്. ലാംപ്ടൺ അല്ല, ആൻഡ്രൂ വോഗ് ആണ് കേട്ടോ. ആൻഡ്രൂ വോഗ്. ഓക്കെ, ആൻഡ്രൂ വോഗ് ആണേ. ശരി, അടുത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഓപ്പറേറ്റിംഗ് വെതർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? എവറസ്റ്റിലാണ് കേട്ടോ. അത് ഓർത്ത് വെച്ച് വേണം. അപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. എത്രയാണ് എവറസ്റ്റിന് ഉയരം? 88 48.86. ഓക്കെ, ഹിമാലയത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? എവറസ്റ്റ്. എവറസ്റ്റ് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. രാജ്യം ചോദിച്ചാൽ നേപ്പാളാണ്. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? എവറസ്റ്റിനെയാണ് കേട്ടോ. സാഗർമാത എന്നറിയപ്പെടുന്ന ഏതാണ്? എവറസ്റ്റ്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരി, അതത്രയാണ് ആ ഭാഗത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ശരി, അടുത്ത പിള്ളേരെ ഈ താഴ്വരകൾ നമുക്ക് ചോദിക്കാറുണ്ട്. താഴ്വരകൾ. ഓക്കെ, കാശ്മീർ, മണാലി, കുളു, കാഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് അറിയാമോ? അത് ഹിമാചലിലാണ്. എവിടെ പിള്ളേർ? ഹിമാചൽ നമ്മൾ അറിയത്തില്ലേ? ഹിമാചലിലാണ് കുറേ താഴ്വരകൾ കാണപ്പെടുന്നത്. അപ്പം ഹിമാദ്രി ഉണ്ട്, ഹിമാചലുണ്ട്, സിവാലിക്കുണ്ട്. അത് കുറേ താഴ്വരകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാചലിലാണ്. കാശ്മീർ, മണാലി, കുളു, കാഗ്ര എന്നീ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതത്തിലാണ്? ഹിമാചലിലാണ്. ഹിമാലയത്തിൽ എവിടെയാണെന്ന്? ഹിമാചലിലാണ്. പിർപഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. അപ്പോൾ ഇതിനൊക്കിടയിൽ പിർപഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് ഇത് പിള്ളേരെ? കാശ്മീർ താഴ്വര. ഓക്കെ, കാശ്മീർ താഴ്വര ഒഴുകുന്ന നദി ഏതാ? ചലം. കറക്റ്റാണ്. കാശ്മീർ താഴ്വര ഒഴുകുന്ന നദി ഏതാണ് പിള്ളേരെ? ചലം. ഓക്കെ, കുളു മണാലി കേട്ടാ. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ്. കാശ്മീരാകുമ്പം ചലം. ഓക്കെ, കുളു മണാലി താഴ്വരകളാകുമ്പം ബിയാസ്. ഇത് അങ്ങോട്ട് മാറിപ്പോയി കണക്ഷൻ പറഞ്ഞ ജോബിനെ. അതായത് കാശ്മീരിലാണ് ചലം, കുളു മണാലി താഴ്വരയിൽ ഒഴുകുന്ന നദി. രബിൻ സാർ രൂപം തന്നെ മാറി കേട്ടാ. ഇങ്ങനെ അവിടുത്തെ ഈ കാശ്മീരിലെ ഈ തീവ്രതയൊക്കെ ഒഴിഞ്ഞു കയറുന്നത് നമ്മളവരെ വെടിവെച്ച് അവരെ ചലമൊക്കെ അവിടെ വീണടൊക്കെ നടത്തായി. ചലം എന്തിനാണ്? ഒരു സാധനം അങ്ങനെ എന്താ? ഓക്കെ, കാശ്മീരിലാണ് തീവ്രവാദികൾ കയറി വരുന്നത്. അവരെ നമ്മൾ വെടിവെച്ച് കൊല്ലുമ്പോൾ അവർ ചലവിടെ കിടക്കുക നടത്തുന്നത്. നിങ്ങൾ മറക്കൂല പോരെ. ഓക്കെ, കുളു മണാലി താഴെ ഒഴുകുന്ന നദിയാണ് ഏത്? ബിയാസ്. അപ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് മാറിപ്പോരുത്. ഓക്കെ, ശരി. അടുത്ത് കാംഗ്ര, കുളു, മണാലി, ലഹുള്, സ്പിതി എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇങ്ങനെ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് തെറ്റുപിടിച്ച. ഓക്കെ, കാഗ്ര പറ. കാഗ്ര,
കുളു, മണാലി, ലഹൂള്, സ്പിതി എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഓക്കെ. അടുത്ത് മണികരൺ ഗെയ്സർ. മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ്? ഹിമാചൽ പ്രദേശിലെ കുളു. അപ്പൊ മണികരൺ പഠിക്കാനുണ്ട്. എന്താണ് മണികരൺ? ഭൂഗർഭ താപനിലയോ അല്ലേ? ഭൂഗർഭ താപനില. ഭൂഗർഭമാണ്. ഭൂഗർഭ ജിയോ. അതിനാ ജിയോ. ഭൂഗർഭ അതാണ് ജിയോ. ജിയോ തെർമൽ പ്ലാന്റ്. മണികരൺ എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ് മണികരൺ. ഓക്കെ. അത് മറ്റേ ഈ PSC മണിക്കാരൻ നിങ്ങളുടെ ചോദിച്ചു, അത് ചോദിച്ചതാ. മണികരൺ ഹിമാചൽ പ്രദേശിലാണ് കേട്ടാ. ജിയോ തെർമൽ അതാണ് ഭൂഗർഭം. കുളുവില് മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന കുളുവിലാണ്. മണികരൺ അത് ഓർത്തത്. മണികരൺ താപനിലയും ചോദിച്ചാൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. ഓക്കെ. ഇവിടെ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഏതാണ്? കുളു. ഇവിടെ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഏതാണ്? കുളുവാണ്. സഞ്ചാരികളുടെ പറുദീസ ഏതാണ്? അത് കാശ്മീർ. മനസ്സിലായോ? ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഏതാണ്? കാശ്മീരാണ്. ഏതാണ്? കാശ്മീർ. ഓക്കെ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാ? മസൂരി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാണ്? മസൂരി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി ആരാണ്? കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി ഏതാണ്? കൊടൈക്കനാൽ. ഓക്കെ. മെഡോ ഓഫ് ഗോൾഡ് അതായത് സ്വർണ്ണ പുൽമേട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? സോനാമാർഗ്. എല്ലാം പഠിച്ചിരിക്കുകയാണല്ലേ. ഓക്കെ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി. ഓക്കെ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ. ഈ രാജകുമാരിയൊക്കെ പോകുമ്പോഴല്ലേ നമ്മൾ ഈ കൊടയും കൊണ്ട് കുറെ തോഴിമാര് കാണത്തില്ലേ? അപ്പൊ രാജകുമാരിക്ക് കൊട. രാജകുമാരി കൊടൈക്കനാൽ. റാണി ഏതാണ്? റാണിയുടെ റായും മസൂരിയുടെ റായും കൂടെ വേണേൽ കണ്ടു വെച്ചോ, കുഴപ്പമില്ലല്ലേ? റാണിയുടെ. ഓക്കെ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയും സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി ആരാണ്? കൊടൈക്കനാൽ. നീ ഏതൊരു രാജകുമാരി മനസ്സിൽ കണ്ടു കൊടയും കൊണ്ട് പോണ? നിന്റെ രാജകുമാരിയുടെ കോള് വന്നാ? വേറെ കോഡ് ഉണ്ടെങ്കിൽ പറ. ഓക്കെ. ശരി. അപ്പൊ റാണി മസൂറി രാജകുമാരി ഏതാണ്ടാ? കൊടൈക്കനാൽ. റാണി മാസം ആയിക്കോട്ടെ. ഓക്കെ. മെഡ് ഓഫ് ഗോൾഡ് അത് നമുക്കറിയാം. സ്വർണ്ണ പുൽമേട്. സോനം എന്ന് വെച്ചാൽ എന്താണ്? സ്വർണം. ഓക്കെ. സോനാമാർഗ് കേട്ടോ. സോനാമാർഗ്. ശരി. അടുത്ത് ശ്രദ്ധിച്ചോളൂ പിള്ളേരെ. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര നമ്മൾ നേരത്തെ പറഞ്ഞു. അതേതാണ്? ഹിമാചലാണ്. ഏതാണ്? ഹിമാചലാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് നമ്മൾ താഴ്വരകളും പറഞ്ഞു. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായത് ഏതാണ്? ഹിമാചലാണ്. ഓക്കെ. ഈ സുഖവാസ കേന്ദ്രങ്ങൾ പറയാൻ പോണത് സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ്. താങ്കൾ അതിലേക്ക് വരാം. വെയിറ്റ് ചെയ്യും. ഓക്കെ. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചലിലാണ്. എവിടെയാണ്? ഹിമാചലിലാണ്. നമ്മളടുത്ത് ഹിമാചലിലെ താഴ്വരകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കാശ്മീര്, മണാലി, കുളു, കാഗ്ര. ഇതൊക്കെ എന്താണ്? ഹിമാചലിലെ പറടാ താഴ്വരകൾ. ഓക്കെ. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ്. ഇത് ഹിമാചലിലെ. ഇത് ഉത്തരാഖണ്ഡ് എന്ന വാക്കിവിടെ പറഞ്ഞ ആരെങ്കിലും നീ ഒന്ന് വിളകി പോടേ കേട്ടാ. ഉത്തരാഖണ്ഡല്ലേ ഇതൊക്കെ? വെയിറ്റ്. ഹിമാചൽ എന്ന് പറയുന്ന പർവ്വതനിര ഹിമാലയത്തിന്റെ ഒരു മെയിൻ ഭാഗമാണ്. മനസ്സിലായി? ഹിമാലയത്തിന് 3 പാർട്ടുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നമ്മളിവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരെ കുറിച്ചാ? ഹിമാചൽ. നമ്മൾ ആദ്യം ഹിമാചലിൽ എന്തിനെ കുറിച്ച് പറഞ്ഞു? ഹിമാചലിലുള്ള എന്തിനെ കുറിച്ച് പറഞ്ഞു? താഴ്വരകള്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാ? ഇപ്പൊ ശരിയായില്ലേ? ഓക്കെ. ഇപ്പൊ കാര്യം മനസ്സിലായിട്ടാ? ഓക്കെ. ഉത്തരാഖണ്ഡ് പറഞ്ഞ നമ്മള് പറഞ്ഞില്ല. ഓക്കെ. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് അപ്പൊ എന്നീ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ. കണ്ട ശരിയാണ്ട. ഓക്കെ. ഇനി ഇന്ത്യയിൽ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന ഏതാണ്? ധർമ്മശാല. ഏതാണ്? ലിറ്റിൽ ടിബറ്റ് ആണ് ലഡാക്ക്. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ഏതാണ്? ധർമ്മശാല. ഏതാണ്? ധർമ്മശാല. ഓക്കെ. ഇതാര് പറയുന്നത് നോക്കാവേ. വെള്ള ഓർക്കിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? വെള്ള ഓർക്കിഡുകളുടെ നാടെന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൂ തുടങ്ങി ഇങ്ങിൽ അവസാനിക്കും.
അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. കുർസിയാങ് ആദ്യമല്ലേ കുർസിയാങ് ഇല്ല, നിങ്ങൾ വായിച്ചേക്കാണ്. കുർസിയാങ് പശ്ചിമ ബംഗാളിലെ കുർസിയാങ്ങാണ് വെള്ള ഓർക്കിഡുകളുടെ നാടെന്നറിയപ്പെടുന്നത് കേട്ടോ. വെള്ള ഓർക്കിഡുകളുടെ നാടെന്നറിയപ്പെടുന്നത് ഏതാണ്? പശ്ചിമ ബംഗാളിലെ കുർസിയാങ്. ഏതാണ് പശ്ചിമ ബംഗാളിലെ കുർസിയാങ്? പോസ്. അപ്പോൾ വെള്ള ഓർക്കിഡുകളുടെ നാടെന്നറിയപ്പെടുന്നത് ഏതാണ് പിള്ളേരെ? കുർസിയാങ്ങാണ്. കുർസിയാങ് പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് സുഖവാസ കേന്ദ്രങ്ങൾ പഠിക്കാം. ഞാൻ സുഖവാസ കേന്ദ്രം പറയും, നിങ്ങൾ എന്ത് പറയും? സംസ്ഥാനം പറയും. ഓക്കെ. മസൂറി. പ്ലീസ് എന്നെ പഠിപ്പിക്കാൻ അനുവദിക്കൂ. നിങ്ങളെല്ലാവരും ഇപ്പം എനിക്ക് എതിരെ നിൽക്കണക്കാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും ഒരു ടീമും ഞാൻ ഒറ്റയ്ക്കും. പ്ലീസ്. മസൂരി, നൈനിറ്റാൾ, റാണിഗഡ്, അൽമോറ, ബദ്രിനാഥ്, ഡെറാഡൂൺ. ഉത്തരാഖണ്ഡ്. ഓക്കെ ആണല്ലോ. ശരി. അപ്പൊ ഏതൊക്കെയുണ്ട? മസൂറി, നൈനിറ്റാൾ, റാണിഗഡ്, അൽമോറ. ഓക്കെ. ബദ്രിനാഥ്, ഡെറാഡൂൺ. ഇതെല്ലാം എവിടെയാണ്? ഓക്കെ. ശരി. അപ്പൊ നമുക്ക് ഇങ്ങനെ പഠിക്കാം. മസൂരി, നൈനിറ്റാൾ, റാണിഗഡ്. പറ. ഒന്ന് ഫ്ലോ പറഞ്ഞ. മസൂരി, നൈനിറ്റാൾ, റാണിഗഡ്, അൽമോറ, ബദ്രിനാഥ്, ഡെറാഡൂൺ. എവിടെ? അതിനെന്താ പറഞ്ഞേ? മസൂരി, നൈനിറ്റാൾ, റാണിഗഡ്, അൽമോറ, ബദ്രിനാഥ്, ഡെറാഡൂൺ. എവിടെ? ഉത്തരാഖണ്ഡ്. അപ്പൊ നിങ്ങൾ പഠിച്ച്. ഓക്കെ. അടുത്ത് ഖും, ഡാർജിലിംഗ്. ഞാൻ പറഞ്ഞ ഖും ഡാർജിലിംഗ് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ഖുമ്മും ഡാർജിലിംഗ് എവിടെയാണ്? പശ്ചിമ ബംഗാളും. ഓക്കെ. ഗുൽമാർഗ്, പഹലാഖം. അവന്റെ പലഹാരം പറഞ്ഞാണ് പഹലാംഗം കേട്ടാ. ഗുൽമാർഗ്, പഹലാംഗം, സോനാമാർഗ്, ശ്രീനഗർ. എവിടെ? കാശ്മീർ കേട്ടാ. ഗുൽമാർഗ്, ശ്രീനഗർ, സോനാമാർഗ്. പിന്നെ അതിന്റെ കൂടെ പഹലാംഗം. ഓക്കെ. പഹലാംഗം. ഓക്കെ. ശരി. അപ്പൊ ഗുൽമാർഗ്, ശ്രീനഗർ, സോനാമാർഗ് കേട്ടാ. ഇതെല്ലാം ഗാ വെച്ചിട്ടുള്ളത് ജമ്മു കാശ്മീർ നടത്തായി. ഗാ വെച്ചിട്ടുള്ള ഏതൊക്കെയാ? ഗുൽമാർഗിൽ ഗാ ഇല്ലേ? 2 ഗാ ഇല്ലേടാ? ഉണ്ട്. സോനാമാർഗിലും കിടക്കയില്ലേ ഒരു ഗാ? ശ്രീനഗറിലും ഉണ്ടാവും ഗാ? ഉണ്ട്. ഓക്കെ. അതിന്റെ കൂടെ ഈ പഹലാംഗത്തിലും ഉണ്ട് ഗാ. എല്ലാ ഗായും എവിടാ? ഗാ എല്ലാം കാശ്മീരിലും. ഓക്കെ ആണല്ലോ. ഗായാണ് ഗാ, മാറിപ്പോരുത്. ഓക്കെ. ഗാ എല്ലാം എവിടെയാണ്? കാശ്മീരിൽ. ഓക്കെ. അടുത്ത് മണാലി, കുളു, സിംല, ചമ്പ, ധർമ്മശാല, ലാഹോൾ, സ്പിതി, ഡൽഹൌസി. എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ. ശരി. അപ്പം മണാലി, കുളു, സിംല, ചമ്പ, ധർമ്മശാല, ലാഹോൾ, സ്പിതി, ഡൽഹൌസി ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ ആണല്ലോ. ശരി. അപ്പം നിങ്ങൾ ആ ഹിമാചൽ പ്രദേശ് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കണമെന്നില്ല. നമുക്ക് കുറേയൊക്കെ ഓർമ്മയുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള എണ്ണം കുറവുള്ളത് ഓർത്ത് വെച്ചിരുന്നാൽ ഇത് നമുക്ക് കിട്ടും. ഇപ്പോൾ ഹിമാചൽ പ്രദേശ്. തവാങ് സ്ഥിരം ചോദിക്കുന്നതാണ്. തവാങ് അരുണാചൽ പ്രദേശിലാണ്. തവാങ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ. ഹോഴ്സിലി കുന്നുകളും ശ്രീശൈലവും എവിടെയാണ്? ശ്രീശൈലം നാഗാലാൻഡിലല്ലേ? ഹോഴ്സിലി കുന്നുകളും ശ്രീശൈലവും. എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. എന്താണ്? ആന്ധ്രാപ്രദേശ്. ഹോഴ്സിലി കുന്നുകളും ശ്രീശൈലവും എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ. അടുത്ത് നിങ്ങൾ പറയാം, എളുപ്പമാണ്. അഗുംബെ, ചിക്മാംഗ്ലൂർ, മുള്ളയനഗരി, കുന്ദ്രേമുഖ്. കർണാടക. അഗുംബെ, ചിക്മാംഗ്ലൂർ, മുള്ളയനഗരി, കുന്ദ്രദേവ്. ഓക്കെ. എവിടെയാണ്? കർണാടക. ഒന്നുകൂടെ പറയാം. അഗുംബെ, ചിക്മാംഗ്ലൂർ, മുസിനെ എഴുതേണ്ടടാ നീ. സാറേ, അഗുംബെ, ചിക്മാംഗ്ലൂർ, മുള്ളയനഗരി, കുന്ദ്രേമുഖ്. എവിടെയാണ്? കർണാടക. അടുത്ത ഏത് പൊട്ടനും പറയും കേട്ടാ. മൂന്നാർ, തേക്കടി, വാഗമൺ, പൊന്മുടി. ഇതിന് ഉത്തരം പറയരുത്, മിണ്ടായിരിക്കുന്നത്. കാരണം അത് അറിയാലോ. ഓക്കെ. മൂന്നാർ, തേക്കടി, വാഗമൺ, പൊന്മുടി എവിടെയാണ്? കേരളം. പൊന്മുടി എവിടെയാണ്? തിരുവനന്തപുരത്ത് എവിടെയാണ്? വിതുരയില്. ഓക്കെ. അപ്പൊ മൂന്നാർ, തേക്കടി, വാഗമൺ, പൊന്മുടി എവിടെയാണ് ഉള്ളത്? കേരളം. അടുത്ത് പറയടാ. മഹാബലേശ്വർ, ലോനാവാല. മഹാബലേശ്വർ മഹാരാഷ്ട്ര. എവിടെ? മഹാരാഷ്ട്രയിലാണ് കേട്ടാ. അടുത്തത് ഒരുവിധപ്പെട്ടവരൊക്കെ പറയും. ഓക്കെ. ഗുഡല്ലൂർ, കോടനാട്, ഊട്ടി.
തമിഴ്നാട് ഓക്കെ. ഗുഡല്ലൂർ, കോടനാട്, ഊട്ടി കേട്ടോ. ഗുഡല്ലൂർ, കോടനാട്, ഊട്ടി ഏതാണ്? തമിഴ്നാട്. ഓക്കെ ശരി. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ലാസ്റ്റ് പറഞ്ഞത് അതൊക്കെ അറിയാം കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ കളിയാക്കിയൊന്നുമല്ലേ. ഓക്കെ. അപ്പോൾ ഗുഡല്ലൂർ, കോടനാട്, ഊട്ടി എവിടെയാണ്? തമിഴ്നാടാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഫുള്ള് ചോദിക്കട്ടാ. ഞാൻ ഇടയ്ക്ക് മുറയ്ക്കും ചോദിക്കും, പറയാൻ പറ്റുമോ നോക്കണം നിങ്ങൾ. ഓക്കെ ശരി. ഇവിടെ തവാങ് എവിടെയാ? നീ ഉണ്ടായിരുന്ന ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ. ജോവിനെ ഖും ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ. ഓക്കെ. അതിലെ ഹോഴ്സിലി കുന്നുകൾ എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ. അഗുംബയും ചിക്ക്മാംഗ്ലൂരും എവിടെയാണ്? നോക്കി വായിക്കാല്ല, അടച്ചാട കേട്ടോ. അഗുംബയും ചിക്ക്മാംഗ്ലൂരും കർണാടക. ഓക്കെ. എടാ ലോനാവാല എവിടാ? മഹാബലേശ്വർ, ലോനാവാല മഹാരാഷ്ട്ര. ഓക്കെ. സുമനെ ഗുഡല്ലൂർ തമിഴ്നാട്. ഓക്കെ. അവിടെ മുസിനെ ഗുൽമാർഗ്, സോനാമാർഗ്, ശ്രീനഗർ, പഹലാഗം കാശ്മീർ. ഓക്കെ. ജമ്മു കാശ്മീർ നമ്മൾ കിട്ടിയേട്ടാ ഗാ വെച്ചിട്ട്. ജോബിനെ ഉത്തരാഖണ്ഡിലെ 5 പറയടാ. ഉത്തരാഖണ്ഡിൽ 5 മസൂറി, നൈനിറ്റാള്, റാണിഘട്ട്. 3 ഉള്ളൂ. അല്ലു അർജുൻ, ബദ്രിനാഥ്, അൽമോറ. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നീ പറഞ്ഞില്ല, ഡെറാഡൂൺ. ഓക്കെ ശരി. അടുത്ത് അപ്പം അത് നമ്മൾ പഠിച്ചേ. ഈ മുളയനഗരി എവിടെയാണ്? മുളയനഗരി കർണാടക. കുന്തിരേമുഖ് മുളയനഗരിയും കുന്തിരേമുഖ് കർണാടകയിലാണ് കേട്ടാ. ഇത് ഞാൻ എളുപ്പവഴി പറഞ്ഞത്. നിങ്ങളിപ്പം ഉത്തരാഖണ്ഡ് നിങ്ങൾക്ക് കിട്ടിയില്ല. മസൂറി, നൈനിറ്റാൾ, റാണിഘട്ട്, അൽമോറ, ബദ്രിനാഥ്, ഡെറാഡൂൺ അത് കിട്ടും. ഖും ഡാർജിലിംഗ് ഓക്കെയാണേ. ഓക്കെ. ഇനി ഗാ വെച്ചിട്ട് ജമ്മു കാശ്മീരും കിട്ടി നിങ്ങൾക്ക്. ഗുൽമാർഗ്, പഹലാഗം, സോനാമാർഗ്, ശ്രീനഗർ അതെല്ലാം കിട്ടി. ഓക്കെ. തവാങ് കിട്ടി ആന്ധ്രാപ്രദേശ്. ഹോഴ്സിലി കുന്നുകൾ ശ്രീശൈലം ആന്ധ്രാപ്രദേശ്. അഗുംബെ, ചിക്ക്മാംഗ്ലൂർ, മുളയനഗരി, കുന്തിരേമുഖ് കർണാടക. ഓക്കെ. മഹാബലേശ്വർ, ലോനാവാല. ഇത്രയും കിട്ടിയല്ലേ. ബാക്കിയുള്ളതൊക്കെ എവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ ഹിമാചൽ പ്രദേശിൽ. അപ്പോൾ സുഖവാസ കേന്ദ്രങ്ങൾ ഓക്കെയാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശ് ഒന്നും പറഞ്ഞുതരാം. മണാലി, കുളു മണാലി, സിംല, ചമ്പ, ധർമ്മശാല, ലാഹുൽ സ്പിതി, ഡൽഹൌസി. അപ്പോൾ ഡൽഹൌസി സുഖവാസ കേന്ദ്രമൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഡൽഹൌസി എവിടെയാണ്ടാ? ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ അത് പഠിച്ചല്ല. ഓക്കെ. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര കോൺഫറൻസ് തെറ്റുത്തരം പറയുന്നത്. ഇന്ത്യയുടെ പൂന്തോട്ടം അറിയപ്പെടുന്നത് ഏതാണ്? ജമ്മു കാശ്മീർ. ഏതാണ്? ജമ്മു കാശ്മീർ. കാശ്മീരിനെ ഭൂമിയുടെ സ്വർഗം നിക്ഷേപിച്ച ആരാ? അല്ല, ജഹാംഗീർ. ഭൂമിയുടെ സ്വർഗം എന്ന് പറഞ്ഞ ആരാണ്? ജഹാംഗീർ. ഏതാണ്? ജഹാംഗീർ. ഓക്കെ. കാശ്മീരിനെ ഭൂമിയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ. സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീറും ഇനി സ്വർഗം നിക്ഷേപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെന്നിട്ടാൽ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ. നീ ആരോടെ പോകുന്നു ഇതിൽ? നെഹ്റു കൂടെ പോകുന്നു. ഓക്കെ. നീയാ? ഒന്ന് പോസ് ചെയ്താണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻ റാം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിറാപുഞ്ചി. ഞാൻ ചോദിച്ച ആദ്യ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻ റാം. അത് മേഘാലയ, ഇന്ത്യയിലാണ്. ഞാൻ എൻ്റെ അടുത്ത് കേട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. അപ്പൊ നീയൊക്കെ ചിറാപുഞ്ചി പറയാണ്. വയ്യാത്തവർ എന്തിന്റെ പറയണത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇടയിൽ ഇന്ത്യ ലോകത്തിലല്ലേടേ. മൗസിൻ റാം മേഘാലയ. ഓക്കെ. അടുത്ത് ഈ ഭൂമിയിൽ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ഏതാ? ചിറാപുഞ്ചിയാണ്. ഇന്ത്യ ഭൂമിയിൽ ഏറ്റവും നനവുള്ള പ്രദേശമെന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ഏതാണ്? ചിറാപുഞ്ചിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ഏതാണ്? ചിറാപുഞ്ചിയാണ്. ഓക്കെ. ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്താ? സോറി, ചിറാപുഞ്ചി സംസ്ഥാനത്താണ്? മേഘാലയ. ഓക്കെ. ലോകത്തിൽ ഒന്നാമത് നിൽക്കുന്ന മൗസിൻ റാം ആയാലും രണ്ടാമത് നിൽക്കുന്ന ചിറാപുഞ്ചി ആയാലും ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് കേട്ടോ. മേഘാലയ. ഓക്കെ. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ഏതാണ്? അഗുംബെ.
ദക്ഷിണയിലെ ചിറാപ്പുഞ്ചി ഏതാണ്? അകുംബ. ഈ അകുംബ എവിടെയാണ്? കർണാടക. ഓക്കെ. കേരളത്തെ ചിറാപ്പുഞ്ചി ഏതാ? ലക്കിടി. ലക്കിടി എവിടെയാണ്? വയനാട്. കേരളത്തിൽ ചിറാപ്പുഞ്ചി ലക്കിടിയാണ്. ലക്കിടി എവിടെയാണ്? വയനാടാണ്. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രാം, രണ്ടാമത് ചിറാപ്പുഞ്ചി. ഓക്കെ. രണ്ട് സ്ഥലവും എവിടെയാണ്? മേഘാലയ തന്നെയാണ്. ഓക്കെ. ലോകത്തിലെ ആദ്യം നനവുള്ള പ്രദേശമെന്ന് ഏറ്റവും നനവുള്ള പ്രദേശമെന്ന് ആദ്യം വിഷയം ലഭിച്ചത് ആർക്കാണ്? ചിറാപ്പുഞ്ചി. കോളിഫ്ലവർ കറി ഉണ്ടോ? സോറി, പെട്ടെന്ന് മൈൻഡിലത് കയറുന്നത്. ഓക്കെ. അപ്പോൾ ലോകത്ത് ചിറാപ്പുഞ്ചിന്റെ പുതിയ പേരെന്താ? സൊഹറ. കോളിഫ്ലവർ എഴുതി വെക്കല്ലേ, ഭാര്യയോട് ചോദിച്ചത്. ഓക്കെ. ചിറാപ്പുഞ്ചിന്റെ പുതിയ പേരെന്താണ്? സൊഹറ. ഓക്കെ. ദക്ഷിണയിലെ ചിറാപ്പുഞ്ചി അകുംബെ. ഓക്കെ. അകുംബെ സംസ്ഥാനം? കർണാടക. കേരളത്തിലെ ചിറാപ്പുഞ്ചി ലക്കിടി. ലക്കിടി എവിടെയാ? വയനാട്. പഠിച്ചു. ഓക്കെ. ശരി. ഓക്കെ. ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. ചോദ്യം ചോദിക്കാതെ പോയെന്ന് ശരി, നമ്മൾ കൂടുതൽ കണ്ടന്റ് തീക്കാൻ വേണ്ടിയിട്ടാണ് പിള്ളേരെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേരള ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന കുറേ ഭാഗങ്ങൾ. ഓക്കെ. ഈ കേരളത്തിൽ ഒരു വർഷം എത്ര മഴ ലഭിക്കും മോനെ? 300 സെന്റിമീറ്റർ. 300 സെന്റിമീറ്റർ. ഓക്കെ. ശരി. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാ? ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് വർഷമാണ്? 84 രൂപം കൊണ്ട് വന്യജീവി സങ്കേതം ഏതൊക്കെയാണ്? ചിന്നാർ, ചിമ്മിനി, ചെന്തുരുണി, ആറളം. ചിന്നാർ, ചിമ്മിനി, ചെന്തുരുണി, ആറളം. ഒന്ന് പാടിയേ. ചിന്നാർ, ചിമ്മിനി, ചെന്തുരുണി, ആറളം. ഏത് വർഷം? 1984. ഈ 4 ചോദിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. ഒന്നുകിൽ കേരളത്തിലെ മഴനിഴൽ പ്രദേശം ചോദിക്കും, ഏതാണ്? ചിന്നാർ. ഓക്കെ. അതല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് ചോദിക്കും? ചെന്തുരുണി ചോദിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമായ ഏത് ചോദിക്കും? ആറളം ചോദിക്കും. ഇതെല്ലാം ഏത് വർഷമാണ്? 1984. ഏതൊക്കെ? ചിന്നാർ, ചിമ്മിനി, ചെന്തുരുണി, ആറളം. ഓക്കെ. ചെന്തുരുണി ഏത് ജില്ലയിലാ? ചെന്തുരുണി കൊല്ലം. ഓക്കെ. ചിന്നാർ ഏത് ജില്ലയിലാ? ചിമ്മിനി എവിടെ? ആറളം ഏത് ജില്ലയിൽ? ആറളം കണ്ണൂരാണ്. ഓക്കെ. ശരി. അപ്പോൾ അത്രയും പഠിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. ഓക്കെ. ടാറ്റാ. ബൈ ബൈ.